സംസ്ഥാനത്തെ CPM-ൽ പിണറായി വിജയൻ്റെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെയും സമ്മർദ്ദത്തിൽ സംസ്ഥാന കമ്മിറ്റി നടപ്പാക്കിയ ഒളിച്ചുവെക്കൽ അജണ്ടയ്ക്ക് കേന്ദ്ര കമ്മിറ്റി കൂട്ടുനിന്നില്ല എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശുഭോദർക്കമായ കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് CPM അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി പരാജയപ്പെട്ടു, സമൂലം പരാജയപ്പെട്ടു? അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. കാരണങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി ഇതുവരെ എടുത്തു പോന്നിരുന്ന നിലപാട്, അതായത് സംസ്ഥാന നേതൃത്വത്തിന് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, വ്യക്തികൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല, ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ കേന്ദ്ര കമ്മിറ്റി തയ്യാറായില്ല. അതുമാത്രമല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് പോലെ അത് അലമാരയിൽ വെച്ച് പൂട്ടുകയല്ല കേന്ദ്ര നേതൃത്വം ചെയ്തത്. അത് പാർട്ടിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരണത്തിന് നൽകിയിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. ഇതുവരെ ഒളിച്ചുവെക്കൽ അജണ്ടയാണ് സംസ്ഥാന നേതൃത്വം നടപ്പാക്കി പോകുന്നതെങ്കിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുക എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ട്. ഇതുപോലൊരു പരാജയത്തിൽ നിന്ന് കരകയറണമെങ്കിൽ, ശരിയായ രീതിയിലുള്ള തിരുത്തൽ വരണമെങ്കിൽ യഥാർത്ഥ പരാജയ കാരണങ്ങൾ തുറന്നു പറയണം. വീഴ്ചകളും താഴ്ചകളും എങ്ങനെയുണ്ടായി എന്ന് സമ്മതിക്കണം. അതിനുശേഷം നടത്തുന്ന തിരുത്തൽ നടപടികൾക്ക് മാത്രമേ പ്രയോജനം കിട്ടുമെന്ന ബോധ്യത്തിൽ നിന്നാണ് CPM-ൻ്റെ കേന്ദ്ര നേതൃത്വം ഈ ഒരു നിലപാട് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതുവരെ പിണറായി വിജയൻ പറയുന്നത് അനുസരിച്ചൊക്കെ കാര്യങ്ങൾ നടത്തിയിരുന്ന നമ്മുടെ ബേബി സഖാവാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. പക്ഷേ അദ്ദേഹം മാറി ചിന്തിക്കാൻ തയ്യാറായി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല, കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാവണം പറഞ്ഞല്ലോ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ സംസ്ഥാന യൂണിറ്റായ കേരളത്തിലെ നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി, ഇവരൊക്കെ മറച്ചുവെച്ച സത്യങ്ങൾ ജനങ്ങളിൽ നിന്ന്, പാർട്ടി പ്രവർത്തകരിൽ നിന്ന്, അണികളിൽ നിന്ന് അവരെ അറിയാതെ ഒളിച്ചു വച്ചിരുന്ന സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായത്. സംസ്ഥാന കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വരെ കേരളത്തിലെ പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ മാഷിൻ്റെയും ചരട് വരികൾക്കനുസരിച്ചാണ് ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ തുടക്കത്തിൽ തന്നെ കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായില്ല. വലിയൊരു തോൽവിയുടെ മുമ്പിലാണ് അന്ന് ആദ്യം സംസ്ഥാന കമ്മിറ്റി ചേർന്നത്. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അതിനെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ സമീപിക്കാൻ സംസ്ഥാന കമ്മിറ്റി തയ്യാറായില്ല. പിന്നീട് ജില്ലാ കമ്മിറ്റികളിലേക്ക് വരുമ്പോൾ അതിനിശ്ചിതമായ വിമർശനങ്ങൾ കണ്ണൂരടക്കമുള്ള ജില്ലാ കമ്മിറ്റികളിൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉണ്ടായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളല്ല, സാധാരണ കമ്മിറ്റി അംഗങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത്, പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞു. പ്രധാന ഉത്തരവാദികൾ പിണറായി വിജയനാണെന്ന് പറഞ്ഞു, MV ഗോവിന്ദൻ മാഷാണെന്ന് പറഞ്ഞു. കാരണം വലിയ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ജില്ലാ കമ്മിറ്റികളിൽ ചർച്ച വന്നു. ഏരിയ കമ്മിറ്റിയിലേക്ക് പോയപ്പോഴും അതായിരുന്നു അവസ്ഥ. അവിടെ ഉണ്ടായ നിഗമനങ്ങൾ, നിരീക്ഷണങ്ങൾ അതുതന്നെയായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ, അതൊന്നും പുറത്തു വരാതിരിക്കത്തക്ക രീതിയിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ അതിലൊക്കെ ഈ സംസ്ഥാന നേതൃത്വം തയ്യാറാവുകയാണ് ഉണ്ടായത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വ്യക്തികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഭരണത്തോട് വളരെ തൃപ്തിയായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക്. പക്ഷേ എന്തുകൊണ്ടാണ് തോറ്റത്? പാർട്ടിക്ക് ചില വീഴ്ചകളെ പറ്റി. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിൽ നോട്ടപ്പിശ ഉണ്ടായി. അതിൻ്റെ ഉത്തരവാദികൾ ആരാ? ജില്ലാ കമ്മിറ്റികളാണ്. അവരാണല്ലോ നിർദ്ദേശിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു വീഴ്ചകളുമില്ല. അതിനെയൊക്കെ പൊടിച്ചടക്കിക്കൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി അയച്ച റിപ്പോർട്ടിലെ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കേരളത്തിലുള്ള ജനറൽ സെക്രട്ടറി MA ബേബിക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. സാധാരണഗതിയിലെ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചകളുണ്ടാവും, അതിന്മേൽ തീരുമാനമെടുക്കും. അത് കേരളത്തിൽ നിന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിലും പിന്നീട് താഴെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ റിപ്പോർട്ട് ചെയ്യും.
ചിലപ്പോൾ പാർട്ടിക്കത്തായിട്ട് സാധാരണ അംഗങ്ങളെ അറിയിച്ചെന്ന് പറയും. ഇപ്പോഴതല്ല, ജനങ്ങളിത് മുഴുവൻ അറിയട്ടെ. പാർട്ടി അണികളോ പ്രവർത്തകരോ ഭാരവാഹികളോ മാത്രമല്ല, സാധാരണ മനുഷ്യർ, CPM-ൽ അംഗങ്ങളല്ലാത്തവർ, പക്ഷേ CPM-ൻ്റെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ, അവരും കൂടെ ഇത് അറിയട്ടെ എന്ന ബോധ്യത്തിൽ ഉറച്ച തീരുമാനത്തിലാണ് ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പാർട്ടിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വസ്തുതകൾ ഒളിച്ചു വയ്ക്കാനും അതുപോലെ നേതൃത്വത്തിലുള്ളവർ സ്വയം വെള്ളപൂശാനും സ്വയം കുറ്റവിമുക്തരാകാനും നടത്തിയ ശ്രമങ്ങൾ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പൊളിച്ചടുക്കിയിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റികൾ എത്തിയ നിരീക്ഷണങ്ങൾ പലതും ശരിയല്ല എന്ന് കേന്ദ്ര കമ്മിറ്റി പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പരാജയത്തിൻ്റെ ഓരോ കാരണങ്ങളും കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ അന്തർഭവിച്ചിട്ടുള്ളത് ഈ ഭരണത്തോട്, പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തി അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ, അതിനോടുള്ള പ്രതിഷേധം, അതാണെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുകയാണ്. ഓരോരോ വസ്തുതകളിലും കേന്ദ്ര കമ്മിറ്റി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് സംസ്ഥാനത്തെ പാർട്ടിക്ക് ഇവിടുത്തെ സർക്കാരിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഇത് CPM അധികാരത്തിൽ വരുമ്പോഴൊക്കെ ഏർപ്പെടുത്തിയിരുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ അഭാവമാണ് ഇവിടെ കാണുന്നത്. പണ്ട് EMS മുഖ്യമന്ത്രിയാകുമ്പോഴാണെങ്കിലും മറ്റാര് മുഖ്യമന്ത്രിയായാലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും പാർട്ടിയുടെ ഒരു ഉപസമിതി പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അത് വേണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇവിടെ പിണറായി വിജയനെ പോലൊരു കാരണഭൂതർ, എല്ലാ നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും കാരണക്കാരനായ പിണറായി വിജയൻ സഖാവ് ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ എന്തിനാണ് പാർട്ടിയുടെ ഉപസമിതി പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ നിരീക്ഷിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഉപദേശങ്ങൾ നൽകാൻ, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഇവിടെ ആരാണ് വേറെ ഉള്ളത്? ഒരു ഉപസമിതി എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ ആളുകൾ വേണമല്ലോ. ആരാണുള്ളത്? ആ ഒരു ചിന്തയാണ് കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. നേതാക്കളുടെ അഹങ്കാരം, താൻ പ്രമാണിത്വം, ധിക്കാരം, ധാർഷ്ട്യം, അഹന്ത, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതം, കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പാർട്ടിയിലെ പല നേതാക്കന്മാരുടെയും മുഖമുദ്ര. ആഡംബര ജീവിതവും നമ്മൾ കണ്ടതാ. സ്വജനപക്ഷപാതം എന്തായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്? ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു നേതാവിനെ മണ്ഡലം മാറ്റി സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിൻ്റെ പിന്നിൽ പോലും സ്വജനപക്ഷപാതമായിരുന്നില്ലേ? സ്വന്തം മരുമകനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള താല്പര്യമായിരുന്നില്ലേ? അതാണ് ഇവിടുത്തെ പാർട്ടിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്നതെന്ന് കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. നേതാക്കളുടെ കുഴപ്പങ്ങൾ, അവർ പൊതുവേദികളിൽ സംസാരിച്ച രീതി, മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്ത രീതി, പൊതുവേദികളിൽ പറയാൻ പറ്റാത്ത പ്രതികരണങ്ങൾ ഉണ്ടായത്, ഇതൊക്കെ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന് കേന്ദ്ര നേതൃത്വം പറയുകയാണ്. വെറുതെ പറയുകയല്ല, റിപ്പോർട്ടിൽ ചേർത്തിരിക്കുക. ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് നമുക്കറിയാം. പരസ്യമായിട്ട് മാധ്യമങ്ങളെ, അല്ലെങ്കിൽ ഈവൻ പാർട്ടി പ്രവർത്തകരെ, പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ, എന്തിനും മൈക്ക് ഓപ്പറേറ്ററെ, സദസ്സിൽ നിന്നൊരു ചോദ്യം ചോദിച്ച സാധാ പ്രവർത്തകനെ, ഇവരെയൊക്കെ അവമാനിച്ചത് ആരാ? ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായത് ആരിൽ നിന്നാണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പേരെടുത്ത് പറഞ്ഞിട്ടില്ല റിപ്പോർട്ടിൽ, പക്ഷേ എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ്റെ തന്നെ ഭാഷ എടുത്ത് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും കമൻറ്റുകളും എങ്ങനെ ജനങ്ങളെ CPM-ൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് അകറ്റി കേന്ദ്ര കമ്മിറ്റി പറയുകയാണ്. പോലീസിൻ്റെയും ബ്യൂറോക്രസിയുടെയും സ്വേച്ഛാധിപത്യം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഒരിക്കലും ഒരു റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ളൊരു പരാമർശം വന്നിട്ടുണ്ടാവില്ല. പാർട്ടിയുടെ മേൽ പോലീസിൻ്റെയും ബ്യൂറോക്രസിയുടെയും സ്വേച്ഛാധിപത്യം ഉണ്ടായിരുന്നുവെന്ന്, അവരാണ് കാര്യങ്ങൾ നിർവഹിച്ചിരുന്നതെന്ന്, പാർട്ടി നേതാക്കളായിരുന്നില്ലെന്ന്, പല മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്ന് അവർ പറയുന്നതാണ് കേൾക്കുന്നത്, പാർട്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയങ്ങളല്ല.
IAS ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാണ്, കേന്ദ്ര കമ്മിറ്റി പറയുകയാണ്. പിന്നെ മൃദുഹിന്ദുത്വം, UDF ഇവിടെ ഒരു BJP CPM ഡീലിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾ പലപ്പോഴും മൃദുഹിന്ദുത്വത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരുന്നു. PMCയിൽ ഒപ്പുവെച്ചത് പാർട്ടി അറിയാതെ, ഏകോപന സമിതി അറിയാതെ, മന്ത്രിസഭ അറിയാതെ, മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും കൂടെ ചേർന്ന് PMC പദ്ധതി ഒപ്പുവെച്ചത്. അയ്യപ്പ സംഗമം നടന്നു, അതിനെപ്പറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൊക്കെ പരാമർശമുണ്ട്. അവിടെ ആരാണ് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത്? ആലോചിച്ച് നോക്കൂ. ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മന്ത്രി, ദേവസ്വം മന്ത്രി വാസവൻ, അദ്ദേഹം തന്നെയാണ് വായിക്കുന്നത്. വളരെ അഭിമാനത്തോടു കൂടി യോഗി ആദിത്യനാഥിൻ്റെ അനുമോദന സന്ദേശം വായിക്കുക. ഗവൺമെൻറ് സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിരുന്നു വളരെ പ്രകടമായ രീതിയിൽ. എന്നിട്ടും അദ്ദേഹത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് കിടന്നു. സ്വന്തം കുടുംബാംഗങ്ങളെ അല്ലാതെ മറ്റൊരാളെ സ്വന്തം കാറിൽ കയറ്റാത്ത മുഖ്യമന്ത്രി പമ്പാ സംഗമത്തിന് വന്നത് വെള്ളാപ്പള്ളി നടേശനെ എഴുന്നള്ളിച്ചുകൊണ്ടാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് A. പത്മകുമാർ അറസ്റ്റിലായി, പ്രതിയായി. അന്ന് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ. അന്ന് അത്തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വന്നപ്പോൾ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞെന്താ, അങ്ങനെ കേന്ദ്രത്തിൽ നിന്നൊരു നിർദ്ദേശം ഇല്ലെന്നാ. ഇപ്പം കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ലെന്ന്. അതായത് അനുസരിച്ചില്ലെന്ന്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തെ അനുസരിച്ചില്ലെന്ന്. ചേട്ടാ, നമ്മുടെ MA ബേബി അവിടെ ജനറൽ സെക്രട്ടറി, നമുക്കറിയാവുന്ന ബേബിയല്ലേ, അവരൊക്കെ പറയുന്നത് നമ്മൾ അനുസരിക്കണോ? പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പാർട്ടി അനുസരിക്കണോ? പോയി വീട്ടിൽ പറയാൻ പറഞ്ഞു പാർട്ടി. ആരോട്? കേന്ദ്ര കമ്മിറ്റിയോട്. ഇപ്പം അത് പുറത്തു വന്നിരിക്കുക. സ്വർണ്ണ കവർച്ച ഏതേത് രീതിയിൽ LDFനും CPMനും ദോഷകരമായി എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ പാർട്ടിയെ ദോഷമായി ബാധിക്കുമെന്നും എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. എന്നിട്ടും ഒരു നടപടിയെടുക്കാൻ, ഒരു ചെറുവിരലനക്കാൻ പോലും ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുക. അത് വെബ്സൈറ്റിൽ വന്നിരിക്കുക. 54 സിറ്റിംഗ് MLAമാർക്ക് അവർക്കാണ് ജയസാധ്യതയെന്ന് പറഞ്ഞുകൊണ്ട് സീറ്റ് കൊടുത്തപ്പോൾ KK ശൈലജ ടീച്ചറെ മാത്രം മാറ്റി നിർത്തി മറ്റൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി. ഒരാളെ സീറ്റ് മാറ്റുന്നത് വലിയ പ്രശ്നമല്ല, പക്ഷേ അത് കേരളത്തിൽ മുഴുവൻ അതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാമോ? അങ്ങനെയാണ് ശൈലജ ടീച്ചറിൻ്റെ കാര്യത്തിലുണ്ടായത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ സ്വജനപക്ഷപാതം, അത് ജില്ലാ കമ്മിറ്റിയെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയോ? അതിൻ്റെ പിന്നിൽ ആരാണ് നിർബന്ധപൂർവം സമ്മർദ്ദം ചെലുത്തിയത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ലേ? അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? 2021 തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇത്തവണ ഒന്നുപോലും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ന്യൂനപക്ഷങ്ങൾക്കും ചെറുപ്പക്കാർക്കും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടത്ര പ്രാതിനിധ്യം ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടായില്ല എന്ന് കേന്ദ്ര കമ്മിറ്റി പറയുന്നു. പിന്നെ ഏറ്റവും അവസാനം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം, പാർട്ടിയാണെങ്കിലും സർക്കാരാണെങ്കിലും ഇതാ എല്ലാം കൂടെ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പിണറായി വിജയൻ ഇവിടുത്തെ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും കേരളത്തിൻ്റെ തന്നെ ദൈവമാണ് എന്ന രീതിയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറ്റങ്ങൾക്കെല്ലാം ഉത്തരവാദിയായി നിൽക്കുന്ന മനുഷ്യനെ ധിക്കാരം, ധാർഷ്ട്യം, അഹന്ത, പാർട്ടിയുടെ നിയന്ത്രണത്തിന് വഴങ്ങാതിരിക്കുക, മൃദുഹിന്ദുത്വം, ഭരണവിരുദ്ധ വികാരം, ഇതിൻ്റെ ഉത്തരവാദി ആരാ? മുഖ്യമന്ത്രിയാണ്. അത് പിണറായി വിജയനാണ്. അദ്ദേഹത്തെയാണ് ഏക പ്രതീക്ഷയായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തിയത്. അത് പൊളിഞ്ഞു പാളീസായി എന്ന് പറയുകയാണ് കേന്ദ്ര കമ്മിറ്റി. ഇപ്പോൾ പിണറായി വിജയൻ, MV ഗോവിന്ദൻ മാർക്സ്, അവരൊക്കെ ശിങ്കിടി പാടി നിന്നിരുന്നൊരു സംഘം, ഇവരെല്ലാം തുറന്നു കാട്ടപ്പെടുകയാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ. ഇതുവരെ സംസ്ഥാന നേതൃത്വം പറഞ്ഞ പലതിനെയും തള്ളിക്കളയുകയാണ്, അതിനെ പൊളിച്ചെഴുതുകയാണ്.
അത് ശരിയായിരുന്നില്ല, ഇതാണ് വസ്തുത എന്ന് കേന്ദ്ര കമ്മിറ്റി പറയുകയാണ്. ഇനി എന്ത് തീരുമാനമാണ് ഈ പാർട്ടി ഈ റിപ്പോർട്ടിന്മേലെടുക്കുന്നത്? അതിനാണ് സെപ്റ്റംബർ അവസാനത്തോടെ 3-ാമത്തെയോ 4-ാമത്തെയോ ആഴ്ചയിൽ കോഴിക്കോട് വിപുലീകൃതമായ സംസ്ഥാന കമ്മിറ്റി കൂടുന്നത്. വാസ്തവത്തിലൊരു പ്ലീനമാണ് ചേരേണ്ടിയിരുന്നത്. അതിനെ മുളയിലെ നുള്ളി അങ്ങനെ ഒരു സാധ്യത. ഇപ്പോൾ വിപുലീകൃതമായ അല്ലെങ്കിൽ വിശാലമായ സംസ്ഥാന കമ്മിറ്റി, നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടെ ഇതിൽ പങ്കെടുക്കും. ചിലപ്പോൾ പോഷക സംഘടനാ നേതാക്കൾ. ഇവരൊക്കെ ഇതുവരെ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ പിണറായിയും ഗോവിന്ദൻ മാർക്സും പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്ന് തലകുലുക്കി സമ്മതിച്ചവരാണ്. അവരുടെ മുമ്പിലേക്ക് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അവരെന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ഈ പാർട്ടി നന്നാവണം എന്ന ചിന്തയോടുകൂടി, തെറ്റുകൾ തിരുത്തപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ സമ്മേളനം ഈ റിപ്പോർട്ടിനെ സമീപിക്കുമോ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും ഗോവിന്ദൻ മാർക്സിനും അതത് സ്ഥാനങ്ങളിൽ തുടരാൻ സാധിക്കുമോ? അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഒരു പുതിയ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമോ? അതോടൊപ്പം താമസം വിന ഈ വിപുലീകൃത സംസ്ഥാന സമിതി കഴിഞ്ഞാലുടനെ പാർട്ടിക്കൊരു പുതിയ നേതൃത്വം വരുമോ? ഞങ്ങളെയൊക്കെ മാറ്റുമെന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ സ്വപ്നമാണെന്നാണ് MP ഗോവിന്ദൻ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ പറയാം, അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ എങ്ങനെ തിരുത്തപ്പെടണമെന്ന് സെപ്റ്റംബർ മാസത്തിലെ വിശാല യോഗം തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തിരുത്തപ്പെടൽ മതിയോ? എന്തുകൊണ്ടാണ് പാർട്ടി പരാജയപ്പെട്ടത് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ എണ്ണി കേന്ദ്ര കമ്മിറ്റി പറയുമ്പോൾ അതിന് ഉത്തരവാദികളായവർ വീണ്ടും അധികാര സ്ഥാനങ്ങളിൽ തുടരുകയാണെങ്കിൽ എങ്ങനെ ഈ പാർട്ടിക്ക് മാറാൻ കഴിയും, നന്നാവാൻ കഴിയും, തിരിച്ചു വരാൻ സാധിക്കും? ഈ വിപുലീകൃത സംസ്ഥാന സമിതി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും ആ സമ്മേളനം. ബേബി അടക്കമുള്ളവർ ഉറപ്പായും പങ്കെടുക്കും. അവിടെ എങ്ങനെ ഈ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ആ യോഗത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് പ്രധാനമാണ്. ഭാവി നടപടികൾ എന്തായിരിക്കണമെന്നുള്ള തീരുമാനം ഉണ്ടാവുമോ, അത് ഏത് രീതിയിലുള്ളതായിരിക്കും എന്നുള്ളതും വളരെ സുപ്രധാനമാണ്.